ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതാണ്. ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം വരയ്ക്കണം. വശങ്ങൾ 3.75 കണ്ടല്ലോ, 3.75 ആണ് വശത്തിൻ്റെ നീളം. ഇതൊരിക്കലും സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു വേണ്ടിയുള്ള ഐഡിയ നമ്മൾ എന്തോ പഠിച്ചേ, ബൈസെക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. എന്തോ ബൈസെക്ടർ, ഒരു വരയെ മുറിക്കുന്ന വരയാണ് ബൈസെക്ടർ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നത്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക. അല്ലെങ്കിൽ സ്കെയിലിൽ എടുക്കാൻ പറ്റാത്ത സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ അങ്ങ് എടുക്കുക. ഇപ്പോൾ എന്താണ് 3.75 ആണ്, അതിനെ 2 വട്ടവും കൂട്ടിയാൽ മതി. 3.75ഉം 3.75ഉം കൂട്ടാൻ അറിയാതെ ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങനെ നേർരേഖയിൽ ഇട്ടാൽ മതി. 5 5 10, ശിഷ്ടം 1, 7 7 14 1 15. ഈ പോയിന്റ് അതുപോലെ കൊടുക്കുക. ആ 15 ഒരു ശിഷ്ടഞ്ഞ് പോയല്ല, 3 3 6 1 7. അപ്പം നമ്മൾ എന്ത് വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ 2 കൂട്ടിയത് ദാണ്ട് 3.75 3.75 കൂടെ കൂട്ടി എന്ത് കിട്ടും, 7.5. ഇത് സ്കെയിലുണ്ടല്ലോ, അതെടുത്തിട്ട് അതിന് എന്ത് ബൈസെക്ടർ വരച്ചാൽ എന്ത് കിട്ടും, 3.75 കിട്ടും. മനസ്സിലായല്ലോ ഐഡിയ? അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. ഈ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി, സമചതുരം വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എത്ര സെൻറ്റിമീറ്റർ ദാണ്ട് സ്കെയിലിൽ വരയ്ക്കുന്നത്, 7.5 ഞാൻ എടുത്തത്. കണ്ടല്ലോ, 7.5 ഞാൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ 7.5യുടെ പകുതിയല്ലേ 3.5 എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ എന്ത് വരച്ചാൽ മതി, ബൈസെക്ടർ വരച്ചാൽ. ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം പകുതിയിൽ കൂടുതൽ. ഇതാണ്ട് എന്ത് ചെയ്തു ഞാൻ, എന്താണ്ട് പകുതി കൂടുതൽ കോമ്പസിലാണ്ട് പകുതി കൂടുതൽ, ഈ ലൈനിൻ്റെ പകുതി കൂടുതലാണ്ട് എടുത്തു. എന്ത് ചെയ്യും, മേലൊരു ആർക്ക്, ഇന്നലെ പഠിപ്പിച്ച് ഇതൊക്കെ ബൈസെക്ടർ വരയ്ക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇങ്ങനെ 2 ആർക്ക് കൊടുത്തു. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഒരു ലൈൻ വരുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ആ ലൈൻ മൊത്തത്തിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ആ സ്ക്വയർ കാണാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ലൈൻ മാർക്ക് ചെയ്യുന്നില്ല. അത് ഈ ലൈനിലുണ്ടാക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് 3.75. മനസ്സിലാക്കൊന്നുമില്ല, ഉണ്ട് ഈ ദൂരമാണ് 3.75. കാണുന്നുണ്ടോ? അതുകൊണ്ട് ഈ പോയിന്റ് വരെയുള്ള ദൂരമാണ് 3.75. എങ്ങനെ കിട്ടി 3.75? താണ്ട് ഈ ബൈസെക്ടർ ചേർത്ത് താണ്ട് സ്കെയിൽ പിടിക്കുമ്പോൾ എന്താണ്ട് ഈ ലൈനിൻ്റെ അവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ 3.75. അപ്പോൾ ഈ ലെങ്ത് ആണ് 3.75. ഇനി ഇതിൽ നിന്ന് എന്തോ വരയ്ക്കേണ്ടത്, നമുക്ക് സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ആംഗിൾ എത്രയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു സൈഡിലുള്ള ആംഗിൾ എത്രയാണ്, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അതിനുവേണ്ടി ഞാൻ പ്രൊട്ടാക്ടർ എടുത്ത് വെച്ചും വരയ്ക്കാം. ഞാൻ ഇന്നലെ പ്രൊട്ടാക്ടർ ഉപയോഗിക്കാതെ കോമ്പസിലൂടെ വരയ്ക്കുന്നതും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രൊട്ടാക്ടർ എടുത്തു, 90 ഡിഗ്രിക്ക് ഇതാണ്ട് മാർക്ക് ചെയ്തു. ഈ 90 ഡിഗ്രിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യം ഓർത്തോണം, എന്തോ അതാണ്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യണം. ഇപ്പോൾ 90 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യുക. പക്ഷേ അതിൻ്റെ നീളം വേറെയാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് 90 ഡിഗ്രിക്ക് ഒരു വര ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു കാര്യം, നമുക്ക് ഈ ലെങ്തും എത്രയാണ്, 3.75 ആണ്. അതെന്ത് ചെയ്യണം, അതാണ്ട് ഈ കോമ്പസിൽ എടുക്കണം. അതുകൊണ്ട് ഇതാണല്ലോ 3.75 എന്ന് പറഞ്ഞ നീളം. അതുകൊണ്ട് ഈ നീളമാണ് 3.75. അതുകൊണ്ട് അത് ഞാൻ എന്താ എടുത്തു. അതുകൊണ്ട് ഈ നീളമാണ് 3.75. കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ച് നോക്കുക. 3.75 എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക. മനസ്സിലായില്ല? അപ്പം ഈ ദൂരം എന്ത് കിട്ടി, ഇതാണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം 3.75. എന്നിട്ട് എന്ത് ചെയ്യണം, അതേ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടങ്ങ് പഠിച്ചാൽ അത് കണ്ട എല്ലാ പോയിൻറ്റ്സും കിട്ടി. അത് ചേർത്ത് വരയ്ക്കുമ്പോൾ എന്തുമായി, നമ്മുടെ എന്തായി, സ്ക്വയർ ആയി, അല്ലെങ്കിൽ സമചതുരമായി. ഏതാണ്ട് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചു. അതോടൊപ്പം ആ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എന്തായിട്ട് മാറി, സ്ക്വയർ ആയേ. ഈ സ്ക്വയറിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം എന്ത് തന്നെയാണ്, 3.75 3.75 3.75. ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എടുത്തെടുത്ത് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ഞാൻ 3.75 ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3.75 ഡബിളായ 7.5യുടെ ഒരു വര വരയ്ക്കും. ആ വരയ്ക്ക് ബൈസെക്ടർ വരച്ചു. ആ ഡിസ്റ്റൻസ് ആണ്ട് ഈ 3.75 എടുത്തു. അത് വെച്ചിട്ട് എന്ത് വരച്ചു, സ്ക്വയർ വരച്ചു. ഈ ഡിഗ്രി എത്രയായിരിക്കണം, അത് നിങ്ങൾ ഓർത്തോണം. ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ഒരു ആംഗിൾ, എല്ലാ ആംഗിളും എന്താണ്, 90 ഡിഗ്രി എന്നുള്ള കാര്യം ഓർത്തോണം. അതായത് ഇവിടെ മാത്രം പ്രൊട്ടാക്ടർ ഉപയോഗിച്ചെടുത്തത്, ബാക്കിയെല്ലാം അങ്ങ് തന്നെ വന്നോളും. കേട്ടല്ലോ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ 3.75 സ്ക്വയർ വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കാര്യം വരയ്ക്കുന്നത് നോക്കാം. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഒരു വൃത്തമാണ്. വൃത്തത്തിൻ്റെ റേഡിയസ് എത്രയായിരിക്കണം, 2.25. 2.25 സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 2.25ൻ്റെ എന്ത് ചെയ്യണം, ഡബിൾ എടുക്കണം. എന്ന് വെച്ചാൽ കൂട്ടണം. കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും, 2 കൊണ്ട് ഗുണിച്ചാലും മതി. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. കൂട്ടുമ്പോഴാണ് എളുപ്പം, ഗുണിക്കുമ്പോൾ എല്ലാവർക്കും സംശയം വരും. അതുകൊണ്ട് കൂട്ടി കാണിക്കുന്നത്. 5 5 10, ശിഷ്ടം 1 2 2 4 1 5. ഈ പോയിന്റുകൾ ഇങ്ങനെ നേർക്കാണ് ഇടേണ്ടത്. ആ പോയിന്റ് താഴെ വരും.
പിന്നെ 2 2 എന്ത് കിട്ടും 4. അപ്പോൾ എന്തെടുത്ത് വരയ്ക്കണം 4.50 അല്ലെങ്കിൽ 4.5. ഇവിടെയും ഡൗട്ട് വരും, ഈ 0ന് വിലയില്ല കേട്ടോ. അപ്പോൾ 50 എന്നങ്ങ് എടുത്താൽ മതി, സംശയമൊന്നും വേണ്ട. 4.5 4.50 ഒന്ന് തന്നെയാണ്. അപ്പോൾ 4.5 നമ്മൾ സ്കെയിലിൽ എടുത്തിട്ട് വരയ്ക്കും. എങ്ങനെ? അപ്പോൾ 4.5 എടുത്തിട്ട് 4.5ക്ക് എന്ത് വരയ്ക്കും? ബൈസെക്ടർ വരയ്ക്കും. ഈ 2.25 കിട്ടത്തില്ലയോ നോക്കിയോ, എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് വരയ്ക്കണം? 4.5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ വരയ്ക്കണം. അത് നോക്കിയോ എങ്ങനെ വരയ്ക്കുന്നതെന്ന്. 4.5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. അതാണ്ട് 4 4.5 വരച്ചു, സ്കെയിലിൽ വരച്ചേ 4.5. അതുകൊണ്ട് ഇതാണ് 4.5 സെൻറ്റിമീറ്റർ. ഇനി ഇതിന് എന്ത് വരയ്ക്കണം? ബൈസെക്ടർ വരയ്ക്കണം. ബൈസെക്ടർ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന് പകുതി കൂടുതൽ ദാണ്ട കോമ്പസിലെടുത്തു, കണ്ടല്ലോ പകുതി കൂടുതൽ. കറക്റ്റായിട്ട് എടുക്കണേ, ഒരുപാട് അങ്ങ് എടുക്കരുത്, ഒരു പകുതി കൂടുതൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദാണ്ട മേലൊരു ആർക്ക്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താഴെ ഒരു ആർക്ക്. അതോടൊപ്പം എന്താ ഇവിടെ നിന്ന് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതാ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ എന്താ ബൈസെക്ടറിന് വേണ്ടിയുള്ള പോയിന്റ് കിട്ടിയല്ലോ, എവിടെ കിട്ടി? അതുകൊണ്ട് ആ പോയിന്റ് ലൈനായിട്ട് വരച്ചേക്കരുത്, നിങ്ങൾക്ക് മായ്ച്ചെടുക്കാൻ. എന്താ ഇവിടെ അങ്ങ് പോയിന്റ് ഇട്ടാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരവും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ത് തന്നെയാണ്? 2.25. അതുകൊണ്ട് ഇതും 2.25 തന്നെയാണ്, ഇതും 2.25 തന്നെയാണ്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് വരയ്ക്കേണ്ട സർക്കിളാണ്. സർക്കിള് അതിൻ്റെ റേഡിയസ് എന്ത് ചെയ്യണം? ഈ 2.25. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഈ ഒരു ലെങ്ത് അങ്ങ് എടുത്താൽ മതി. ഇതാ ഇവിടെ മുതൽ അപ്പുറത്തോട്ടായാലും ഇപ്പുറത്തോട്ടായാലും 2.25 ആണ്. ഏതാണ്ട് ഈ ഒരു ലെങ്ത് എടുക്കുക. അണ്ട് ഈ ലെങ്ത് 2.25 ആണെന്ന് സംശയമൊന്നുമില്ല. അതാ ഇവിടെ കുത്തുക, ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. അണ്ട് ഈ സർക്കിളിൻ്റെ എന്തോന്നാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്യാം. ഇതൊന്നും സ്കെയിലിൽ വരയ്ക്കാൻ പറ്റത്തില്ല. 2.25 ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം 2.25ൻ്റെ സർക്കിൾ വരച്ചത് മനസ്സിലായല്ലോ. അപ്പം 2.25 വരയ്ക്കാൻ പറഞ്ഞാൽ 4.5ൻ്റെ ഒരു ലൈൻ വരയ്ക്കുക, അതിന് ബൈസെക്ടർ വരയ്ക്കുക. അതായത് ഈ ഡിസ്റ്റൻസ് 2.25 കിട്ടും, അത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റിലുള്ള അടുത്ത ക്വസ്റ്റനാണ് 75 ഡിഗ്രിയുടെ ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈൻ വരച്ചു, അതിനകത്ത് ഞാൻ 75 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ മാർക്ക് ചെയ്യണം. 75 എന്ന് പറയുമ്പോൾ ഈ 0 എണ്ണി 75 എന്ന് പറയുമ്പോൾ ഇവിടത്തോളം വരുവേ, അതൊക്കെ നോക്കിക്കോണം, തെറ്റിക്കരുത്. 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇതിനുള്ള ബൈസെക്ടറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. 75 ഡിഗ്രിയുടെ ലൈൻ വരച്ചു, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 75 ഡിഗ്രി, അത് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുന്നത്? അതാണ്ട് ഒരു ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ, സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ, കണ്ട ഇവിടെ ഒരു ഈ 2 ലൈനെ യോജിപ്പിച്ച് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ആ റേഡിയസ് മാറ്റരുത്. മാറ്റാതെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്യുക. ഇങ്ങനെ ചെറിയൊരു ആർക്ക് ഇവിടെ നിന്ന്, അതുപോലെ ഇപ്പുറത്തൊരു ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ, അതുകൊണ്ട് 2 ആർക്ക് കട്ട് ചെയ്തു. കണ്ടല്ലോ, ഒരാർക്ക് ഇവിടെ നിന്ന് മറ്റൊരാർക്കും കട്ട് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർത്ത് എന്തായി? ഒരു ലൈൻ വരച്ചാൽ മതി. ഈ ഒരു 75 ഡിഗ്രിയുടെ എന്തായി? ആംഗിൾ ബൈസെക്ടർ നമ്മൾ വരച്ചു. ഇതാണ്ട് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ 75യുടെ നടുക്കൂടെ പോകുന്ന ആംഗിൾ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചോണേ. 75യുടെ പകുതി അതുകൊണ്ട് ഇങ്ങനെ കിട്ടും. ഇതാണ് ആ 75 ഡിഗ്രിയുടെ ആംഗിൾ ബൈസെക്ടർ. 75 ഡിഗ്രിയുടെ ആംഗിൾ ബൈസെക്ടർ. 75 ഡിഗ്രിയുടെ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. 75ൻ്റെ പാതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടും? 37.5 ആണ് കിട്ടുന്നത്. എത്രയാണ്? 37.5. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 6.5 സെൻറ്റിമീറ്ററിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. 6.5 സ്കെയിലെടുക്കുക, അതിന് ബൈസെക്ടർ വരയ്ക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. അറിയത്തില്ലെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി, ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ വരയ്ക്കുന്ന കാണിച്ചു തരാം. അപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാത്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.